ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് ഇയർലി മോർണിംഗ് റൊട്ടീൻ, അതുപോലെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് വെളുപ്പാൻ രാവിലേക്കല്ലേ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലേറ്റായിട്ട് ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. കാരണം കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു. കഴിഞ്ഞ ദിവസവും നല്ല ഒരു 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി എഴുന്നേൽക്കാൻ ലേറ്റായിട്ടുണ്ട്. ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എല്ലായിടമൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വിചാരിച്ചു. അതായത് രാവിലെ എഴുന്നേറ്റ് അത് തൂക്കാനായിട്ട് പോവാണ്. എന്നും തൂത്തിട്ടാണ് വിളക്കൊക്കെ കൊളുത്തുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ അത്ര വിശദീകരിച്ച് തൂക്കാനൊന്നും പറ്റിയില്ല. കാരണം കുറച്ച് ലേറ്റാണ്. പിന്നെ ഓഫീസിൽ പോകാനും ലേറ്റാവും. എല്ലാം ലേറ്റാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അഹങ്കാരമല്ലേ? ഇല്ല, ഓവർ കോൺഫിഡൻസ് ആണോ അതാണോ അറിയത്തില്ല. എന്തായാലും രാവിലെ എണീറ്റ് പാട്ടൊക്കെ ഇട്ട് ഞാനങ്ങോട്ട് തുടങ്ങുകയാണ്, ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ്. എന്താ ഇത്രയും പൊടിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് ഇനി താഴത്തോട്ട് ഇറങ്ങി അവിടെ ഒരു അരുളിച്ചെടിയുണ്ട്. അതിൽ നിന്നാണ് ഞാൻ വിളക്കിൽ വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ എല്ലാം കൊഴിഞ്ഞു പാവം താഴെ വീണിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല മഴയായിരുന്നു രാത്രി മൊത്തം. ഞാൻ എന്നിട്ട് കറണ്ടും ഇല്ലായിരുന്നു, അതായിരുന്നു കഷ്ടം. അത് ഉറങ്ങാനൊക്കെ ഞാൻ ലേറ്റായത്. അപ്പം അരളിച്ചെടിയൊക്കെ പൂവിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പോൾ എന്നും ആ ഒരു രാവിലെ ഒരു 5 മണിക്കും 6 മണിക്കും ഒക്കെ കൊളുത്തി അപ്പോൾ ഇത് ലേറ്റായപ്പോൾ എനിക്ക് തന്നെ ഒരു നട്ടുച്ചയ്ക്ക് വിളക്ക് കൊടുത്തതൊരു പ്രതീതി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് കാഴ്ച കണ്ടിട്ട് നേരെ അടുക്കളയിലേക്ക് പാഞ്ഞു. കാരണം ഇന്നെനിക്ക് അമ്മയില്ല. അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ എഴുന്നേൽക്കുന്ന ടൈമാകുമ്പോൾ ഞാൻ വിളക്കൊക്കെ കൊളുത്തി വരുമ്പോൾ പകുതി ജോലി അമ്മ തീർത്ത് കാണും. അപ്പോൾ ഇന്ന് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്, ഞാൻ തന്നെയാണ് ലഞ്ച് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അങ്ങനെ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറി കുറച്ചു മതി, അങ്ങനെയൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ 1-2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് കൊതിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കും. ഇന്ന് വന്നിട്ട് പനീർ തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ പാല് ബാലൻസ് വന്നു. പിന്നെ ഞാൻ പാലപ്പനോട് പറഞ്ഞു എനിക്ക് പാല് വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ ചീത്തയായി പോകണ്ടെന്ന് വെച്ച് ഞാൻ വന്നിട്ട് പനീറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ശരിയായില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല പനീർ. അപ്പോൾ എനിക്കായതുകൊണ്ട് കുഞ്ഞു കലത്തിൽ മതി ചോറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് ഞാനിന്ന് പുതിന റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കൈ കഴുകി അതിൽ ഒഴിക്കുന്നതല്ല കേട്ടോ. അത് എനിക്കങ്ങനെ പൈപ്പ് തുറന്ന് എൻ്റെ കൈ താനേ കഴുകുന്നതാണ്. ഓൾറെഡി കഴുകി കുളിച്ചിട്ട് വന്ന ഞാനായാലും ഒന്ന് കഴുകി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, അതുപോലെ തന്നെ കടലപ്പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇടാം. പക്ഷേ ഞാൻ വന്നിട്ട് ബ്രൗൺ നിറം ആവുന്നതിന് മുമ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഷഷ്ടിയുടെ അന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാനത് പൊന്നിയരി ആയതുകൊണ്ട് തന്നെ ഞാൻ വെച്ച്, അതായത് ബിരിയാണി റൈസാണ് അല്ല, കൈമ റൈസായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസും അല്ല, ബിരിയാണി റൈസ് തന്നെയാണല്ലോ കൈമ റൈസും, എന്തൊക്കെയാണ് എന്തോ ഞാൻ പറയുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട്, പക്ഷെ അത് പെട്ടെന്ന് വേകും. അതായത് ഒരു 2-3 തിളച്ച് വരുമ്പോഴത്തേക്കും വേകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുക്കറിലാക്കാനായിട്ട് നിന്നില്ല. എന്നിട്ട് ആ ഒരു ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പുതിന റൈസ് റെഡിയായി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ റൈസ് വെറൈറ്റി റൈസ് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. പാത്രം കരിഞ്ഞു പോയി എന്ന് വിചാരിക്കേണ്ട. കാരണം ഞാൻ പനീറിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഇതിൽ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി,
വെളുത്തുള്ളി, പിന്നെ 2 ഏലക്ക, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ വഴറ്റിയപ്പോൾ അത് കരിഞ്ഞു പോയി. അതിൽ നിന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളം, അതായത് ആ ഒരു അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പനീർ കട്ടിയായി പോയില്ല. ഞാൻ കുറേ നേരമായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിയും ചുട്ടു റെഡിയാക്കി. അപ്പോൾ എനിക്ക് വേണ്ടി 3-4 ചപ്പാത്തി മതിയല്ലോ, അതും ചുട്ട് റെഡിയാക്കി. അതിനുശേഷം അടുപ്പത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് ഞാനതിലേക്ക് മീൻ ഫ്രൈ ചെയ്യാനും വെച്ചു. അപ്പോൾ എൻ്റെ ഫിഷ് ഫ്രൈയും പനീർ കറിയും റെഡിയായി, ചപ്പാത്തി റെഡിയായി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചപ്പാത്തിയും പനീർ കറിയുമാണ്. മറ്റേതിന് പുതിന റൈസും അതുപോലെ മീൻ പൊരിച്ചതും കുറച്ച് തൈരും കൂടി എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി ഫ്രഷായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടല്ലേ പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ എനിക്ക് ഓഫീസിൽ പോയിട്ട് വന്ന് കയറുമ്പോൾ ഇങ്ങനെ പിരുന്നൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി എല്ലാം ക്ലീനൊക്കെ ആക്കിയിട്ട് ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ഫ്രഷായിട്ട് വന്നു. അപ്പോഴത്തേക്കാണ് ഡ്രസ്സ് ഇതാണ് എനിക്ക് അയൺ ചെയ്യാനുള്ള ഡ്രസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിയും കുറച്ച് കറിയും പിന്നെ ഒരു ഓറഞ്ചും കൂടി എടുത്തിട്ട് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സിലേക്ക് എടുക്കാനായിട്ട് പുതിന റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിന റൈസ് കണ്ടോ, കുറച്ച് കട്ടി പോലെ ഇരിക്കുന്നതൊക്കെ തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ഫിഷ് ഫ്രൈ വെച്ചു, 2 ഫിഷ് ഫ്രൈ 2 കഷ്ണം വെച്ചു. അത് പിന്നീട് തൈര് ഞാൻ സെപ്പറേറ്റ് എടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും തൈര് കഴിച്ചോട്ടെ, അല്ലാതെ മീനും തൈരും കൂടെ കഴിക്കാറില്ല. ആരെങ്കിലും തൈര് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും കറികൾ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ഓഫീസ് ബാഗും എടുത്തു, ലഞ്ച് ബാഗും പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം കുട എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും കുട എടുത്ത് വെച്ചു, കാരണം നല്ല മഴയാണ്. അപ്പോൾ മാമിൻ്റെ കൂടെ പോവാണ്. മാം കുട്ടികളെ കുട്ടികളെ സ്കൂളിലാക്കിയിട്ടാണ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. മഴ എന്നൊക്കെ മാറി നല്ല ആകാശം തെളിഞ്ഞ് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ സമയം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴയൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഓഫീസിൽ ഞാൻ ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ ശിവയുടെ ഒരു കളിപ്പാട്ടം എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അതിനെ എടുത്ത് വെച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്ത് അപ്പോൾ ഇന്ന് അതിന് ശേഷം ഞാൻ വൈകുന്നേരം വന്ന് കഥക്കൊക്കെ തുറന്നു. കുറച്ച് ഇപ്പം നേരെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓഫീസ് ടൈം 5:30 പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 6 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്ന് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. മാമിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാനും കൂടെ മേടിച്ചു. ഒരു മഷ്റൂം ഞാൻ വാങ്ങിച്ചു. നാളെ ഇതിൻ്റെ ഒരു മഷ്റൂം തോരൻ ഉണ്ടാവും. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വന്നതിന് ശേഷം ലഞ്ച് ബാഗ് കൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ തൂക്കിയിടും. കാരണം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് വാഷ് ചെയ്യാൻ തോന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ആവും അത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ കഴുകാമല്ലോ എന്ന് വെച്ചു. എന്നിട്ട് ഈ പുതിന മാമിന് കിട്ടിയതാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഞാൻ അടിച്ചു മാറ്റി. നല്ല ഫ്രഷ് പുതിനയായിരുന്നു. ഇവിടെ പുതിന ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമുക്കാണെങ്കിൽ പൈസ കൊടുക്കണ്ടേ, ഇവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് അത് വെച്ചു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, അതുകൊണ്ട് ഞാനതെടുത്ത് അവിടെ വെച്ചു. മഷ്റൂം എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു. പക്ഷേ ഇന്ന് ഇത് ഭയങ്കര കാറ്റും മഴയായിരുന്നു രാത്രി. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജ് ഓഫാക്കേണ്ടത് വന്നു കേട്ടോ. അപ്പോൾ ബാഗെല്ലാം ഞാൻ കൊണ്ടുവന്ന് ബോട്ടിലെടുത്ത് മാറ്റിയ ശേഷം ബാഗ് കൊണ്ടുവന്ന് റൂമിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പോയി ഞാൻ ഷടേന്ന് പറഞ്ഞൊന്ന് ഫ്രഷ് ആവും. കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് തലയിൽ ഒരു വെളിവുമില്ലായിരിക്കും. പോയി ഒന്ന് നന്നായിട്ട് ഫ്രഷായിട്ട് വന്നാലേ അടുക്കളയിലേക്ക് കയറാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് വന്ന് ജനലൊക്കെ അടച്ചിട്ടു. നല്ല കൊതുക് ശല്യമുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു വെളിയിലെ കാഴ്ചയാണ്. ഞാൻ എല്ലാം അടച്ചിട്ടു. രാവിലെ തുറന്നിട്ടിട്ട് പോകും, കാരണം കുറച്ച് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ജനൽ മാത്രം തുറന്നിട്ടിട്ട് പോകും. എന്നിട്ട് ഞാൻ വന്ന് അടയ്ക്കും കേട്ടോ. അടച്ചിട്ട് നേരത്തെ അടയ്ക്കുന്നതാണ്. പക്ഷേ അമ്മ ഉണ്ടെങ്കിൽ നേരത്തെ അടയ്ക്കും. ഞാൻ വന്നിട്ടൊക്കെ അല്ലേ അടച്ചു. അപ്പോൾ കൊതുക് നന്നായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തോ അവിടെ പ്രോഗ്രാം എന്തോ നടക്കുവാണ് കേട്ടോ. എന്നും ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണും.
അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ ഇരുന്നു. അപ്പോൾ പൈനാപ്പിളിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കുറച്ച് പീസ് ഞാൻ എടുത്ത് കഴിച്ചു, കുറച്ച് പീസ് നാളത്തേക്ക് മാറ്റി വെച്ചു. നാളെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ടൂറിന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് സ്വീറ്റൊക്കെ കൊണ്ട് തന്നതിൽ കുറച്ച് തന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മൈസൂർ പാക്കും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസും കൂടെ ഞാൻ എടുത്ത് വെച്ച് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ 2 പേര് പുതിയ 2 കണ്ണാടി കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. അതായത് കുറച്ച് പനീറിൻ്റെ ചോറ് തന്നെയാണ്. പിന്നെ പനീറിൻ്റെ ചോറല്ല, പുതിന റൈസും പിന്നെ പനീറിൻ്റെ കറിയും കുറച്ച് സലാഡ് ഞാൻ ഉണ്ടാക്കി, സലാഡും ഫിഷ് ഫ്രൈയും. എന്നിട്ട് ഞാനൊരു കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അത് കഴിച്ച് കഴിഞ്ഞു. അതാണ് എൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുങ്ങി. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവ വന്നു കേട്ടോ. ഇതാരാണ്? ശിവ ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? ഗുഡ് ബോയ് ഇങ്ങനെയാണോ പറയുന്നത്? അയ്യോ, ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? ബാഡ് ബോയ് അല്ല, ഗുഡ് ബോയ് അല്ല. ആണാ? അടുപ്പിന് എന്തിനാ ഞാനിങ്ങനെ പുതപ്പിച്ച് വെച്ചേക്കുന്നതല്ല, എൻ്റെ സോപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ തുടയ്ക്കാറ്, ക്ലീൻ ചെയ്യാറ്. എന്നിട്ട് മറ്റേ ബർണറിൻ്റെ ആ ഒരു സംഭവം എടുത്ത് കഴുകി വയ്ക്കാറുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരിഷ്ടമൊക്കെ തോന്നും. അങ്ങനെ എല്ലാമൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ കിടക്കാനായിട്ട് പോവുകയാണ്. കിടക്കാനായിട്ട് പോയപ്പോഴാണ് എൻ്റെ ദൈവമേ എന്തോട്ട് ഇടിയും മഴയുമാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് കിടക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ തട്ടിക്കൊണ്ടിട്ട് പേസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് വന്ന് കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതുവഴി നോക്കാം. വെളിയിൽ നല്ല കാറ്റും മഴയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. അയ്യോ 2 മതി, നമുക്ക് ഓഫ് ചെയ്യാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോവാം. കുടിക്കോളൂ, ഒരു കുഴപ്പമില്ല.